ശമ്പള കുടിശ്ശികയും സർട്ടിഫിക്കറ്റും നൽകാതെ നീരാജത്ത് അവസാനിപ്പിക്കാനുള്ള ഫെഡറേഷന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് നീര ടെക്നീഷ്യൻസ് യൂണിയൻ കുന്നമംഗലം യൂണിറ്റിലെ തൊഴിലാളികൾ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു. നീര ടെക്നീഷ്യൻസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ഗംഗാധരൻ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ ഹേമന്ത് പ്രശ്ന വിശദീകരണം നടത്തി. ടി അവിൻ അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഇത്തരമൊരവസ്ഥ നിലവിൽ വന്നതെന്നും നീര ലാഭകരമായി വിൽക്കുവാനുള്ള അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ഫെഡറേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നും തൊഴിലാളികൾ ആരോപിച്ചു. ഫെഡറേഷന്റെ കുന്നമംഗലം യൂണിറ്റിൽപ്പെട്ട 7 തൊഴിലാളികളാണ് വേതനം ലഭിക്കുന്നതിനായി സമരത്തിനിറങ്ങിയത്. ഇതേസമയം നീര ടെക്നീഷ്യൻസ് മുഴുവൻ സമയം ജോലിയെടുക്കാതെ നാമമാത്രമായി ജോലി ചെയ്ത് ഫെഡറേഷന് നഷ്ടമുണ്ടാക്കിയെന്നും ഫെഡറേഷന് കാര്യമായ സർക്കാർ സഹായങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ഉൽപ്പാദിപ്പിക്കുന്ന നീര സംസ്കരിച്ച് വിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഫെഡറേഷനെന്നും ഭാരവാഹികൾ പറഞ്ഞു. സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ചർച്ച നടന്നുവെങ്കിലും ഫലപ്രദമായില്ല. വ്യക്തമായ ധാരണയില്ലാതെ സർക്കാർ സാമ്പത്തിക പിന്തുണയില്ലാതെ ഫെഡറേഷനുകൾ രൂപീകരിച്ച് നീര ചെത്താൻ ഇറങ്ങിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഉൽപ്പാദിപ്പിക്കുന്ന നീര വിപണിയിലെത്തിക്കുവാൻ തന്നെ വൻ സംവിധാനങ്ങൾ വേണമെന്നിരിക്കെ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാതെ കച്ചവടത്തിനിറങ്ങിയ ഫെഡറേഷനുകൾ വെട്ടിലായി. കേരളത്തിലെ പ്രധാന കൃഷിയായ തെങ്ങിൽ നിന്നും മോഹവില നീരയിലൂടെ ലഭിക്കുമെന്ന് സ്വപ്നം കണ്ട കർഷകരും വെട്ടിലായി. നീരയ്ക്ക് മാർക്കറ്റിൽ വൻ ഡിമാൻഡുള്ളപ്പോഴാണ് സർക്കാരിന്റെയും ഫെഡറേഷനുകളുടെയും ഈ പോരാട്ട നാടകങ്ങൾ അരങ്ങേറുന്നത്. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം.